ഹായ് മക്കളെ, അമീൻ സാറാണ്. NMS എക്സാം എഴുതാൻ പോയ ഒരുപാട് മക്കളായിരിക്കും വീഡിയോ കാണുന്നത്. മക്കളെ, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല, ആദ്യം മുതൽ അവസാനം വരെ മക്കളെ വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. സോ നിങ്ങളെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? ബാക്കിയുള്ള 8ാം ക്ലാസ്സിലെ മക്കളെ പോലെയല്ല, നിങ്ങൾ അവരെക്കാൾ കൂടുതൽ പഠിച്ച് അവരെക്കാൾ കൂടുതൽ സമയം ഇരുന്ന് കൃത്യമായിട്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിവുള്ള മക്കളാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ അടിപൊളിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് എൻ്റെ മക്കളുടെ മുന്നിൽ NMS എക്സാം ഉള്ളത്. മക്കളെ, എക്സാമിന് പോകുന്ന സമയത്ത് ഒരുപാട് മക്കൾ പല രീതിയിലും നമുക്ക് റിവ്യൂസ് തരാറുണ്ട്. അതിൽ കുറച്ച് മക്കളെ കാര്യമാണ് എൻ്റെ മക്കൾ പറയാനുള്ളത്. കാരണം കുറച്ച് ആൾക്കാർ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിട്ട് അവിടെ എത്തിയിട്ട് കുറേ ആൻസേഴ്സ് എഴുതാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. എൻ്റെ മക്കൾക്ക് അത് വരരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം മുതൽ അവസാനം വരെ കാണാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ സുഹൃത്തിട്ടോ, ഇപ്പോൾ കുറച്ച് ഇപ്പോൾ +2 എത്തിയിട്ടുണ്ട്. അവൻ്റെ പേര് റിഫാൻ എന്നാണ്. റിഫാൻ ഏറ്റവും വലിയ പ്രത്യേകത അറിയണോ? ആ കാലത്ത് ഓനെ NMS എക്സാം എഴുതുന്ന സമയത്ത് 109 ആയിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. ആ 150 മാർക്കിന് കട്ട് ഓഫിന് ഓനെ കിട്ടിയ മാർക്ക് എത്ര അറിയോ? 106 മാർക്കാണ്. അപ്പോൾ സാറേ, 3 മാർക്കിനാണ് ഓന് പോയതെന്ന് ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷെ ഓൻ്റെ ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ? ഓൻ ഏകദേശം ഒരു 12 ചോദ്യം ഓൻ അറിയില്ല കേട്ടോ, അതുകൊണ്ട് എഴുതിയിട്ടില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ചേക്ക്, ആ 12 ചോദ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ അവന് ഇപ്പോൾ 109 മാർക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക് കിട്ടിയിരുന്നു. പക്ഷെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ എൻ്റെ മക്കൾ എല്ലാവരും ചെയ്യാറുണ്ട്. അത് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പറ്റാത്തത്, എന്തൊക്കെ നിങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകാൻ. മക്കളെ, നിങ്ങൾ എക്സാമുകൾ എത്തുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, ഇനിയുള്ള മണിക്കൂറുകൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് നന്നായിട്ട് റിവേഴ്സ് ചെയ്യുക. മാറ്റൊക്കെ ആണെങ്കിൽ പുതിയ ചോദ്യങ്ങൾ എടുക്കാൻ പറ്റും. പക്ഷേ എന്നാൽ പോലും നിങ്ങൾ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഏതൊക്കെയാണ് ട്രിക്സുകൾ, ആ ട്രിക്കുകൾ കാര്യങ്ങളൊക്കെ മാറ്റിൽ യൂസ് ചെയ്യുക. സാറ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പം എനിക്ക് എനിക്ക് തോന്നുന്നു, എൻ്റെ മക്കളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് സാറ്റ് ആണോ മാറ്റ് ആണോ കമൻറ്റ് ചെയ്യണം മക്കളെല്ലാവരും. എനിക്ക് ഉറപ്പാണ് ഇപ്പോൾ മാറ്റ് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ 8ാം ക്ലാസ്സിൻ്റെ ബുക്ക് ഇപ്പോൾ മാറിയതുകൊണ്ട് സാറ്റ് ഒരുപാട് മക്കൾ ടഫാന്ന് പറയാറുണ്ട്. മക്കൾ ഒറ്റ കാര്യം ചെയ്യേണ്ടതുള്ളൂ, സാറ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് എൻ്റെ മക്കളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്യുക. അല്ലാണ്ട് പുതിയ കാര്യങ്ങൾ ഇനി പഠിക്കാതെ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക. ഇനി വേറൊരു കാര്യം പറഞ്ഞിട്ട് മക്കളെ, നിങ്ങൾ എക്സാം കയറി കഴിഞ്ഞാൽ 180 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ 180 മാർക്കും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കറപ്പിച്ചിട്ട് മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ പോലും എൻ്റെ മക്കൾ വിടരുത്. വേറൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ്, നിങ്ങൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ചോദ്യം നോക്കും, ടഫ്. രണ്ടാമത്തെ ചോദ്യം കാണും, നിങ്ങൾ ഇതിനായിട്ട് കണ്ടിട്ടില്ല. മൂന്നാമത്തെ ചോദ്യം എന്തൊരു ടഫ്. നാലാമത്തെ ചോദ്യം കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് അറിയാത്തൊരു ചോദ്യം. ഈ 4 ചോദ്യം കാണുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം വിലയിരുത്തും, സാറേ എക്സാം ടഫായി മനസ്സുകൊണ്ട് നിങ്ങൾ പറഞ്ഞ് പരിഭ്രാന്തി പെടുന്ന കാണാൻ പറ്റും. എൻ്റെ മക്കളൊരു കാര്യം പറയട്ടെ, ഇത് എയിംസോ JEO എക്സാം അല്ല. 712 721 അല്ലെങ്കിൽ കട്ട് ഓഫ് വരിക. അത് 150 മാർക്ക് 175 166 ഇതുവരെയായിട്ട് കട്ട് ഓഫ് വന്നിട്ടില്ല. നിങ്ങൾ 10 മാർക്ക് പൊക്കോട്ടെ. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, എക്സാം ചെയ്താൽ ഈ വീഡിയോ നിങ്ങൾ NMS ആൾക്കാരല്ലേ, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ഷെയർ ആക്കുക. നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നു, ഇതിൻ്റെ ക്ലാസ്സുകളും NMS എക്സാമുകളും ഒക്കെ ഒന്ന് മക്കൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ഓൾ ദി ബെസ്റ്റ്, ഷെയർ ആക്കേണ്ട മക്കളെ. ഞങ്ങൾ വരുന്നുണ്ട്, മറക്കണ്ട മക്കളെ. നാളെ 7 മണിക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും മാരത്തോണുമായിട്ട്.